ഹായ്, അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസിന് കയറാൻ പറ്റില്ല. അവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾസിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അവിടെ ബാരിക്കേഡ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ് നേരെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ പതിയെ അങ്ങോട്ട് കിടക്കുകയാണ്. ഭീകര വ്യൂ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഇത്രയേരം കണ്ട വ്യൂ അനുസരിച്ച് നോക്കുമ്പോൾ ഭീകര വ്യൂ ആവാൻ തന്നെയാണ് ചാൻസ്. എന്തൊരു തന്നെ ആയാലും എന്തൊരു വ്യൂ ആണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം, അല്ലയോ? നൈസല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ കയറാം. ഓടി കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല എന്നറിയാവുന്നത് കൊണ്ട് നമ്മൾ പതിയെ കയറുന്നുള്ളൂ. നൈസല്ലേ? അവിടെ ഇതൊരു റിവറുണ്ട്. അവിടെ മലങ്കര ഡാമാണെന്നാണ് സംശയം. അപ്പോൾ ഇത് കണ്ടിട്ട് മലങ്കര ഡാമാണെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തെറ്റ് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാം. ഡേഞ്ചറസ് സ്പോട്ടാണ്, വളരെ സൂക്ഷിച്ച് പോകാൻ പറ്റും. ബ്യൂട്ടി, അപാര ബ്യൂട്ടി ആയതുകൊണ്ട് മിസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വന്ന് ഇറങ്ങി. എങ്ങനെയുണ്ട്? നല്ല ഫ്രെയിമല്ലേ? നൈസ് ഫ്രെയിമല്ലേ? ഇനി ഇതിൻ്റെ അപാര ബ്യൂട്ടി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും എന്നാണ് തോന്നണത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. അതിൻ്റെ അവിടുത്തെ അപാര ബ്യൂട്ടി കാണാൻ പറ്റുമെന്ന് അറിയാലോ. നൈസല്ലേ? വേണ്ട, നൈസല്ലേ? അതിൻ്റെ മുകളിലേക്ക് കയറിയാൽ ശരിയാവില്ല. അതിൻ്റെ മുകളിലേക്ക് കയറി പണി കിട്ടും ചിലപ്പോൾ. നമുക്ക് അപ്പുറത്തെ മുകളിലേക്കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. സൂക്ഷിച്ച്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്ക് ഉത്സാഹം കൂടിയിട്ട് പുള്ളി അതിൻ്റെ മുകളിലേക്ക് പഠിച്ച് കയറിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. തെന്നി വീണിട്ടുണ്ടെങ്കിൽ നാളെ ഒരു വരി വാർത്ത.
നൈസല്ലേ? ആ പാറയുടെ മുകളിലേക്ക് കയറണം. നൈസല്ലേ? ഇനി ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന പാടെ എനിക്കറിയാം. മലങ്കര ഡാമാണെന്നാണ് പറയണത്. എന്തായാലും സംഭവം കിടിലം വ്യൂ ആണ്, നല്ല കിടിലം വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമുക്ക് വേണ്ട എന്താ ലാൻഡ്സ്കേപ്പ് അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടു. നമ്മൾ അടുത്ത അതായത് ഒരു മിനിറ്റ്, എനിക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളുണ്ട് അപ്പുറത്തേക്ക്. അപ്പോൾ അത് ഓരോ സൈഡിൽ നിന്ന് നോക്കിയിട്ട് ഓരോ ഇങ്ങനെ എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നതാണ്. ഒരു ചെറിയ കുടിലോ നമ്മൾ വന്നപ്പോൾ കണ്ട ചെറിയ വീടോ എന്തോ ആണ്, അത് കുടിലോ എന്തോ ആണ്. ആ റിസോർട്ട് നമ്മളവിടെ താഴെ വന്നപ്പോൾ കണ്ട റിസോർട്ടാണിത്, പറ്റുന്നില്ല. ഞാനവിടെ നിന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു, ആയിരുന്നല്ലേ? അത് ഞാൻ അവിടെ വന്നപ്പോൾ കണ്ട റിസോർട്ടാണിത്. അപ്പോൾ ഇനി മുകളിലേക്ക് പോകാം, നമുക്ക് മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വന്ന വഴികളിലൂടെ ഒന്ന് ഇറങ്ങുന്നത് കണ്ടേ, കുറച്ച് ബീഭത്സമാണ്. കണ്ട പാറയാണ്, ഈ ചുറ്റും പാറ കണ്ട, ഇതാണ് ആ പാറയുടെ രീതി. ഇനി ഈ പാറയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങും. വേണ്ട, ഇനി വലിയ കുഴപ്പമില്ല. ഇനി സാന്ത്വനം, ഇനി സമാധാനമായി സാന്ത്വനമായി പോവാം. പക്ഷേ നമ്മൾ കയറിയുന്ന പാറയുടെ ഡീറ്റെയിൽ കാണണം, കാണിച്ചു തരാവേ. ആ പാറയുടെ മുകളിലാണ് നമ്മൾ പോയിരുന്നത്. ഓക്കെ, എവിടെയാണ് നിങ്ങൾ? കോട്ടയം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പം അവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പം നമ്മൾ അവരെ ഒന്ന് സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നത് തോന്നി, ഉൾപ്പെടുത്തി. അപ്പം നമ്മൾ കുറച്ചുകൂടി ഇടുങ്ങിയ വഴി കൂടെ യാത്ര ചെയ്യാണ്. യഥാർത്ഥ വ്യൂ പോയിന്റിലേക്ക്. അങ്ങനെ നമ്മൾ, അപ്പോൾ അതിന് മുമ്പ് അപ്പുറത്ത് വേറെ വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ അതിനകത്തേക്കൊന്ന് കയറിയിട്ട് അങ്ങോട്ട് പോകാം. രസമാണ്. നമ്മളിപ്പോൾ കണ്ട അതേ ആംഗിൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ അതിന് നമ്മൾ തിരിച്ച് ഇങ്ങനെ പോകും. ആരൊക്കെയോ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ പയ്യെ ക്യാമറ വലത് സൈഡിലേക്ക് തിരിക്കും. ആരുടെയും പ്രൈവസിയിൽ നമ്മൾ കൈവയ്ക്കില്ല. നമ്മൾ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ മാത്രം പ്രസം കാണിച്ചട്ടെ. ഈന്തപ്പഴം പോലെ ഇരിക്കുന്നല്ലേ.
അപ്പോൾ നമ്മൾ മനോഹരമായ ബ്യൂട്ടിയിലേക്ക് അങ്ങനെ കടക്കാൻ പോകുന്നു. അപ്പോൾ അടുത്ത ബ്യൂട്ടിയിലേക്ക് നമ്മളെത്തി. ഇതൊരു വ്യൂ പോയിൻ്റാണ്. മല കയറി വരുമ്പോൾ കാണുന്ന മനോഹര വ്യൂ പോയിൻറ്റിലൊന്നാണിത്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാം നമുക്ക്. അതിന് മുമ്പായിട്ട് ഇവിടെ എന്തെങ്കിലും നമുക്ക് യെസ് വെയിൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ക്യാമറയിൽ. പക്ഷേ എങ്കിലും നമുക്ക് കിട്ടും. നമ്മൾ എടുത്തിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ല ഇവിടെ മറ്റേ ഇടി വെട്ടുമ്പോൾ മിന്നലടിക്കുമ്പോൾ റിസീവ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണിത്. സേഫ്റ്റി. കാരണം ഇവിടെ ഇടി വെട്ടുന്ന സമയത്ത് ഭയങ്കര ഒത്തിരി അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്താറായി. നമ്മൾ കുറേ കൂടെ മുകളിലേക്ക് സഞ്ചരിക്കുന്നു. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്താറാവുന്നു. ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ പേര് വരാൻ എനിക്ക് തോന്നുന്ന കാരണം ഇവിടെ മരങ്ങളില്ല, മൊട്ടക്കുന്നാണ്. അപ്പോൾ മരങ്ങളില്ലെങ്കിൽ ഇലകൾ പൊഴിയില്ലല്ലോ, പുല്ലുകളല്ലേ ഉള്ളൂ. സോ മേ ബി അതുകൊണ്ടായിരിക്കണം ഇവിടെ ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. നമ്മൾ മേഘങ്ങളുടെ മുകളിലൂടെയൊക്കെ യാത്ര ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് എത്താറായി. അപ്പോൾ മുകളിൽ നമ്മളിപ്പോൾ ഈ പ്രാവശ്യം കണ്ടതിനേക്കാൾ എന്തൊക്കെ നമുക്ക് കാണാനുണ്ടെന്ന് നമുക്ക് നോക്കാം.